ചക്കുവള്ളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാലവർഷത്തിന്റെ തുടക്കത്തോടനുബന്ധിച്ച് വ്യാപിക്കാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. മഴക്കാലത്തോടനുബന്ധിച്ച് വിവിധതരം പനികളും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കൊതുക് പെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നും നാളെയുമായി പൊതുസ്ഥലങ്ങളിലും വീടുകളിലും ഊർജിത ശുചീകരണ ക്യാമ്പയിൻ നടക്കുകയാണ്. ചക്കുവള്ളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അണക്കര ടൗൺ ഉൾപ്പെടുന്ന 6-ാം വാർഡിൽ നടന്ന ക്യാമ്പയിൻ മെമ്പർ ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാം ക്ലീനിങ് ശുചീകരണ പരിപാടികൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ചക്കുവള്ളം പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിൽ ഇന്ന് ഈ ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളും മോശമായി കിടക്കുന്ന പാഴ്വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുകയും കെട്ടിക്കിടക്കുന്ന മലിനജലങ്ങളെ ഒഴിവാക്കുകയും ശുദ്ധജലവും പാത്രങ്ങളും കുപ്പികളും കുപ്പിയുടെ അടപ്പുകളും ചിരട്ടയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കി വെള്ളത്തെ കമത്തിക്കളഞ്ഞ് ഫ്രൈഡേയൊക്കെ ആചരിക്കുന്ന പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതോടൊപ്പം നാളെ വാർഡിലെ മുഴുവൻ വീടുകളിലും ഡ്രൈ ഡേ ആചരണത്തിൽ പങ്കെടുക്കും. ആരോഗ്യ വകുപ്പ് ജീവനക്കാർ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ, അണക്കര ഗവൺമെന്റ് സ്കൂളിലെ SPC യൂണിറ്റ് അംഗങ്ങൾ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ ജോലികളിൽ പങ്കെടുത്തു. 10-ാം വാർഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ വാർഡുകളിലും നാളെയും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.